ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 48 മണിക്കൂറിനുള്ളിൽ എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഓവറോൾ എനർജി ഇവിടെ 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് പറയാം. 13, 4, 2, 7, 5, 3, 12, 3, 10, 1, 8. ഓക്കെ, ഈ നമ്പർ പറയുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, ഇതിൽ നമ്പർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ മാസങ്ങൾ. ഓക്കെ, പിന്നീട് പറയുന്നത് രാശിയാണ്. ഇടവം, കന്നി, മകരം, മേടം, ചിങ്ങം, ധനു, കർക്കിടകം, വൃശ്ചികം, മീനം, ഫയർ സൈൻ വന്നിട്ടുണ്ട്, മിഥുനം, തുലാം, കുംഭം. ഓക്കെ, ഇതാണ് രാശി ബേസിൽ വന്നിരിക്കുന്നത്. രാശിയുമായി നിങ്ങൾക്ക് കണക്ഷൻ വരുന്നൊന്ന് നോക്കുക. നിങ്ങൾ ഈ രാശിയിലാണോ ജനിച്ചതെന്ന് നോക്കുക. ഇവിടെ എർത്ത് സൈൻ, എയർ സൈൻ, ഫയർ സൈൻ, വാട്ടർ സൈൻ 3 സൈനും വന്നു. എന്ന് വെച്ചാൽ 12 രാശികളും ഇതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. അപ്പം നമ്പർ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാസം നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ഓക്കെ, ഇപ്പോൾ ഇത് 4-ാം മാസം വരുന്നു, 2-ാം മാസം വരുന്നു. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മാസം റെസനേറ്റ് ആകും. ഓക്കെ, അതുമല്ലെങ്കിൽ രാശി ഇവിടെ ഓൾറെഡി റെസനേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം എല്ലാ രാശികളും ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്. പ്രപഞ്ചം അനുവദിക്കാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. അഥവാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ മുന്നിൽ ഈ വീഡിയോ വന്നിരുന്നാൽ പോലും ആ വീഡിയോ ഫുള്ളായിട്ട് കാണുവാനോ അതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനോ നിങ്ങൾക്ക് കഴിയാത്ത വിധം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ബിസിയായി പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, പ്രപഞ്ചം അനുവദിക്കാതെ ഒന്നും നിങ്ങളുടെ മുന്നിൽ എത്തുകയില്ല. എത്തിയാൽ തന്നെ അത് കാണുവാൻ സാധിക്കത്തുമില്ല. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ അഫർമേഷൻ ചെയ്തതായിട്ടുള്ള കാത്തിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വരും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, കുടുംബ ബന്ധത്തിൽ ഐക്യമായിരിക്കാം, ഒരുപാട് വർഷമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള ചില വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഒരു വലിയ സന്തോഷം നിങ്ങളെ തേടി എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഒരു വിവാഹം പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള അധികാര സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്ന രീതിയിൽ നിങ്ങളെ ഉയർത്തി മാനിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതുവരെയും നിങ്ങളെ മറ്റുള്ളവർ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ അപമാനിച്ച വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുന്നു, നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്നു. മറ്റുള്ളവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, 2 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ജഗിൾ സിറ്റുവേഷൻ, സാമ്പത്തിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ 2 സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷനിലായിട്ട് നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ദ വേൾഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചിലപ്പോൾ ജോലി സംബന്ധമായി വിദേശത്തേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾ ഒരുപാട് ടെൻഷനിലായിരിക്കാം. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടി ചില കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പൈസ ഇപ്പോൾ കിട്ടും, നാളെ കിട്ടും എന്നൊക്കെ വിശ്വസിച്ച് നിങ്ങളിൽ പ്രതീക്ഷ തരികയും പെട്ടെന്ന് തന്നെ ആ പ്രതീക്ഷ അസ്തമിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിലെല്ലാം നിങ്ങൾക്കൊരു സൊല്യൂഷൻ കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ കടന്നു വരുന്നു. നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതെന്തോ അത് നിങ്ങളിലേക്ക് തിരികെ എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സൈക്കിളാണ് ഇവിടെ കാണിക്കുന്നത്. എന്തോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോലിയായിരിക്കാം, സാമ്പത്തികമായിരിക്കാം. ഓക്കെ, ആ നഷ്ടപ്പെട്ടു പോയ ഇവിടെ ഭൂമി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളെയും കാണിക്കുന്നു. എന്തോ വിലപിടിപ്പുള്ള ചില കാര്യം നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോയതായിട്ടും കാണുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം 48 മണിക്കൂറിനുള്ളിൽ എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ വരുന്ന അത്ഭുതങ്ങളാണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? വളരെ സ്പീഡിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. ആ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് നടത്തിയിട്ട് ആ ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക ഗ്രോത്തിന് വേണ്ടി കുറേ നാളായിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലായിരിക്കാം. ആ ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. ചില പേർപ്പസ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലായിരിക്കാം. ആ വെയിറ്റ് ചെയ്ത കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക അനുഗ്രഹം തന്നെയാണ്, ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 10 ഓഫ് കപ്പ് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ആണ് കാണിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെയും 2 ഓഫ് പെൻറ്റിക്കിളാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കുടുംബപരമായിട്ട് നിങ്ങൾ ജഗിൾ ചെയ്തിരുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ മൂഡ് സ്വിങ്സിലായിരുന്നു, അതിൻ്റെ സിറ്റുവേഷൻ ഒന്നും അറിയാൻ വയ്യാതെ നിങ്ങൾ ഡീപ്പ് ഡിപ്രഷനിലേക്ക് കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു ഡിപ്രഷനിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരുന്നു. യൂണിവേഴ്സൽ ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരുന്നു. ഒരു ഫാമിലി സന്തോഷം, എല്ലാവരും കുടുംബപരമായിട്ട് എല്ലാവരും സന്തോഷിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാരണം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ദ ഹാങ്ഡ് സിറ്റുവേഷനാണ്. ഈ ഹാങ്ഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ആ ഒരുപാട് കാര്യങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടായിരിക്കരുത്, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ ചില വ്യക്തികൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുടെയോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ചില വ്യക്തികളുടെയോ പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരിക്കാം. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും നാളെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, എക്സാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിരുന്നു എങ്കിൽ ഒരു അവെയർനെസ് ആണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. അതെങ്ങനെയാണ് വരുന്നത്? ഇവിടെ മെഡിറ്റേഷൻ, യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ലഭിക്കുന്നത്. ഓക്കെ, ഒരു അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മെഡിറ്റേഷൻ ചെയ്യണം. പ്രപഞ്ചശക്തിയുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇലൂഷനിലായിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് വരും, നിങ്ങൾക്കൊരു അവയർനെസ് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തോൽവി നിങ്ങൾക്കിപ്പോൾ നിലവിലൊരു തോൽവി സംഭവിച്ച് നിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, സാഹചര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം. 6 ഓഫ് സോഡിൻ്റെ എനർജി, നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും വിട്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ ആ വിട്ടുപോയിരിക്കുന്നത് നിങ്ങളുടെ അവസാനമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് പുതിയ ഒരു അവെയർനെസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്, ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചം നിങ്ങളിലേക്ക് തരുന്നതാണ് ഈ ഒരു മാറ്റം. നിങ്ങൾക്ക് തോൽവി സംഭവിച്ചു, ആ തോൽവി അവിടെ യൂണിവേഴ്സ് കൊണ്ടുവന്നതാണ്. എന്തിനെന്നാൽ ഇതുവരെ നിങ്ങളുടെ യാത്ര ഒരു ദിശയിലേക്കായിരുന്നു. ആ ദിശയിൽ നിന്നും നിങ്ങളെ മറ്റൊരു ദിശയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മാനസികമായി ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാം മാറിയിട്ട് അത് നല്ലതിനാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു സമയം അടുത്ത് വന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പാഷൻ എന്താണോ ആ പാഷനിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഗ്രോത്താണ് വരുന്നത്. വിദേശ യാത്രയിലേക്ക് കടന്നു പോകാൻ ചില വ്യക്തികൾ തയ്യാറായി നിൽക്കുന്നു. നിങ്ങളുടെ പേർപ്പസും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. 3 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. 2 ഓഫ് കപ്പാണ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഇത്രയും നാൾ നിങ്ങൾ ഇല്യൂഷനിലായിരുന്നു, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുന്നതായിട്ടാണ്. പ്രപഞ്ചത്തിൽ നിന്നും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു അനുഗ്രഹ പ്രവാഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹമായിരിക്കാം, നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവുമായിരിക്കാം. ഓക്കെ, ഈ ഒരു എനർജി പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, വിദേശ യാത്രയ്ക്കുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കൺഫ്യൂഷനായിട്ട് നിന്നിരുന്ന എന്ത് സിറ്റുവേഷനാണോ അതിൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നു. ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ആക്ഷൻ മനഃപൂർവ്വമായി എടുക്കാൻ സാധിക്കാതെ മടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങൾ നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിരിക്കാം. തോൽവി സമ്മതിച്ച് മനസ്സ് മടുത്തു പോയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിലവിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. യൂണിവേഴ്സ് തന്നെ ഏസ് ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുവരെയും ഇത് തകർന്നിരുന്ന തലകുത്തനെ നിൽക്കുന്നതായിട്ടുള്ള
ഒരു സോഡാണ്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽവി സമ്മതിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ്. അതിൽ നിന്നെല്ലാം ഒരു അവയർനെസ് വരികയാണ്. നിങ്ങൾക്ക് ഉയർച്ച വരികയാണ്. നിങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള ആ നെഗറ്റീവ് തോട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. നിങ്ങളെ ഭരിച്ചിരുന്നതായിട്ടുള്ള ചില തോട്ടുകളെല്ലാം വിട്ടുപോകുന്നു. നിങ്ങളുടെ ഈ കയ്യിലെ കെട്ടുകളെല്ലാം അഴിയുകയാണെന്നാണ് ഇവിടെ കാണുന്നത്. ബാലൻസ് വരുന്നുണ്ട് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ. ഇവിടെ ടെമ്പറൻസിൻ്റെ കാർഡാണ് ഓവറോൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ്ങും പ്രപഞ്ച ശക്തിയുടെ ഒരു അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.